ഹായ്, ദ പെറ്റ് ഡിറ്റക്റ്റീവ് ഷറഫുദ്ദീൻ നായകനായിട്ടെത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് ഇത്. കോമഡി മിസ്റ്ററി ത്രില്ലറായിട്ടാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുന്നത്. സിനിമ ഞാൻ വലിയ പ്രതീക്ഷ ഒന്നും വെച്ചുകൊണ്ടല്ല കാണാനായിട്ട് വന്നത്. എന്താണെങ്കിലും സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേക്ക് പ്രേക്ഷകർ ചിരിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനകത്ത് കോമഡി ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഫുൾ ടൈം ഒരു കോമഡി എൻ്റർടൈനർ ആയിട്ടാണ് ഈ സിനിമ വരുന്നത് തന്നെ. റൈറ്റർ ഡയറക്ടർ പ്രനീഷ് വിജയനാണ്. പ്രൊഡ്യൂസർ നമ്മുടെ ഷറഫുദ്ദീനും അതുപോലെ തന്നെ ഗോകുലം മൂവീസും കൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. റൈറ്റർ ജയ് വിഷ്ണു ഉണ്ട്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് രാജേഷ് മുരുകേശൻ. സിനിമോട്ടോഗ്രാഫി ആനന്ദ് ചന്ദ്രൻ. ഫുൾ ടൈം കോമഡി ത്രില്ലറായിട്ടാണ് സിനിമ വരുന്നത്. ഷറഫിൻ്റെ നായികയായിട്ടെത്തുന്ന അനുപമ പരമേശ്വരനാണ്. പിന്നെ ശ്യാം മോഹൻ ഒരു ക്യാരക്ടറിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിനയ് ഫോർട്ട് പോലീസുകാരനായിട്ടാണ് ഇതിനകത്ത് എത്തുന്നത്. പിന്നെ വിജയരാഘവൻ്റെ ക്യാരക്ടർ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല, സ്പോയിലാകും. കാരണം പുള്ളി നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ തുടക്കം തന്നെ മെക്സിക്കോയിലാണ് കാണിക്കുന്നത്. മെക്സിക്കോയിലെ ഒരു വലിയൊരു അധോലോക നായകൻ്റെ ഒരു ഫൈറ്റിംഗ് ഒക്കെ കാണിക്കുന്ന സമയത്ത് നമ്മുടെ രഞ്ജിത്ത് പഴയ ഒരു ഡിറ്റക്റ്റീവാണ്. പുള്ളി അവിടെ വെച്ചിട്ട് ഇയാളുടെ ഫോട്ടോ പകർത്തും. അപ്പോൾ അത് ഇഷ്യൂ ആകുമ്പോഴത്തേക്ക് പുള്ളി കൊച്ചിയിലേക്ക് വരികയാണ്. പിന്നെ കൊച്ചിയിൽ ചെറിയ കഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ഷറഫുദ്ദീൻ്റെ ഒരു എൻട്രി. ഷറഫുദ്ദീൻ ഈ രഞ്ജിത്ത് പണിക്കറിൻ്റെ മകനായിട്ടാണ്. പുള്ളി ഒരു ഡിറ്റക്റ്റീവാണ്. അപ്പോൾ പുള്ളിയുടെ പേരായിട്ടാണ് നമ്മുടെ അനുപമ പരമേശ്വരൻ വരുന്നത്. ശരിക്കും ഈ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ അവസാന ക്ലൈമാക്സ് പോർഷനിലൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് പ്രിയദർശൻ്റെ സിനിമ ഓർമ്മ വന്നു. പ്രിയദർശൻ്റെ ആരം പ്ലസ് അരം കിന്നരം, പിന്നെ ഈ മഴ പെയ്യുന്നു മന്ദളം കൂട്ടുന്നു, അങ്ങനെയുള്ള സിനിമയിൽ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആർട്ടിസ്റ്റുകളെയും കൊണ്ടുവന്നിട്ട് അവസാനത്തെ ഒരു ഫൈറ്റും ഒരു കോമഡി രീതിയിലുള്ള സംഭവം ഉണ്ടല്ലോ, അത് അവസാനത്തെ ആ ഒരു ക്ലൈമാക്സിൽ കാണുന്നത്. പിന്നെ നമ്മുടെ വിനായകൻ ഒരു പ്രധാനപ്പെട്ട റോളിൽ വരുന്നുണ്ട്. വിനായകൻ ഒരു കാസർഗോഡ് ഭാഷ സംസാരിക്കുന്ന ഒരു ഡോണായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ശരിക്കും പുള്ളിയൊക്കെ കാണിക്കുമ്പോൾ തന്നെ കോമഡി അത്യാവശ്യം വർക്ക് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷനിലൊക്കെ നല്ല രീതിയിൽ ആ കോമഡി സെറ്റ് ആയിട്ടുണ്ട്. തിയേറ്ററിൽ കയറി വന്നിരുന്ന് കണ്ട് ഒന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സിനിമ. എനിക്കൊന്ന് ഫാമിലീസ് ഏറ്റവും കൂടുതൽ ചിലപ്പം ഇത്തരം സിനിമകളൊക്കെ ഇഷ്ടപ്പെടും. കാരണം അവർക്ക് ലോജിക്കോ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. സിനിമ കാണാൻ തിയേറ്ററിൽ വരിക, കുറച്ച് നേരം ഇരിക്കുക, ചിരിക്കുക. ഒരു 2 മണിക്കൂർ അടുത്തേ ഉള്ളൂ സിനിമ. 2 മണിക്കൂറിൽ നമുക്ക് ബോറിങ്ങോ ലാഗോ അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം നല്ല 2 ഫൈറ്റ് ഉണ്ട്. പിന്നെ ഷറഫ് ഇതിനകത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കോമഡി നമുക്കറിയാലോ അല്ലേ. പുള്ളി ഓരോന്നിങ്ങനെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ചിരി വരും. അത്തരത്തിലുള്ള ഒരുപാട് കോമഡികൾ, നമുക്ക് ചിരിക്കാൻ പറ്റിയ ഒരുപാട് കോമഡികളുണ്ട്. പിന്നെ ഒരു വ്യത്യസ്തത എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴേക്ക് തോന്നി. കാരണം സാധാരണ സിനിമകളിൽ നിന്നൊക്കെ അത്യാവശ്യം ഒരു ഇതിൻ്റെ മേക്കിങ് നല്ല രീതിയിൽ തന്നെ ചെയ്തു. പിന്നെ അവസാനം ഈ പ്രിയദർശൻ്റെ പടം പോലെ അവിയൽ കുഴഞ്ഞ പരുവത്തിലാണ് സിനിമ കൊണ്ട് നിർത്തുന്നത്. പക്ഷേ ആർക്കും അങ്ങനെ വലിയൊരു നിരാശയില്ലാത്ത രീതിയിൽ ഇറങ്ങും. കാരണം അത്യാവശ്യം ആൾക്കാർ എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് തിയേറ്ററിൽ വരുന്നത്. അപ്പോൾ ആ ഒരു എൻജോയ്മെൻറ്റ്, അല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് മനസ്സുറന്ന് ചിരിക്കാനായിട്ടുള്ള ചില അത്യാവശ്യം നല്ല കോമഡി സിനിമ വർക്കായിട്ടുണ്ട്. പിന്നെ വിജയരാഘവൻ്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് സ്പോയിലായി പോകും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പുള്ളി നല്ല രീതിയിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും തിയേറ്ററിൽ കയറി നിന്ന് അത്യാവശ്യം ഒന്ന് കണ്ട് എൻജോയ് ചെയ്ത് ചിരിച്ചിറങ്ങി പോകാൻ പറ്റുന്ന ഒരു കോമഡി മിസ്റ്ററി ത്രില്ലറായിട്ടാണ് ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമ തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. സ്ക്രിപ്റ്റും ഒക്കെ വലിയ ഒരു ഇതില്ല, ഒരു ചെറിയൊരു സാധനം അത് 2 മണിക്കൂർ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോയി അത്യാവശ്യം പ്രേക്ഷകരെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ കൊണ്ട് നിർത്തിയെന്ന് വേണം പറയാൻ. പെർഫോമൻസ് വൈസ് എല്ലാവരുടെയും അടിപൊളി പെർഫോമൻസ് ആണ്. അതിലെടുത്ത് പറയേണ്ടത് ഷറഫ് തന്നെയാണ്, നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വിനായകനും അതുപോലെ വിനയ് ഫോർട്ട് ഇതിനകത്തൊരു പോലീസുകാരൻ്റെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പുള്ളി ഇവർ തമ്മിലുള്ള ഒരു ചെറിയ ഒരു സംഭവം ഇതൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. സിനിമ ഒരു പ്രാവശ്യം വന്ന് തിയേറ്ററിൽ വന്ന് കണ്ട് ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയൊരു സംഭവമൊന്നുമല്ല, ഒരു നോർമൽ സിനിമ ആയിട്ട് തിയേറ്ററിൽ വന്ന് കാണാം, കണ്ട് എൻജോയ് ചെയ്യാം, ചിരിക്കാം, ചിന്തിക്കാനൊക്കെ ഒന്നുമില്ല, ഇറങ്ങിപ്പോവാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ റിവ്യൂ. സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും